ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീഗൽ ഡയസ്. ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പബ്ലിക് ഇൻ്റർനാഷണൽ ലോ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ സോഴ്സസ് ഓഫ് ഇൻ്റർനാഷണൽ ലോ എന്ന് പറയുന്ന ടോപ്പിക്കായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ കസ്റ്റം, ഇൻ്റർനാഷണൽ കസ്റ്റം എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ലോയുടെ സോഴ്സ് ആണെന്നും അതെങ്ങനെയാണെന്നുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡ് അതിൽ തന്നെ നമുക്ക് ഇൻ്റർനാഷണൽ കസ്റ്റം, ഒരു യൂസേജിനെ കസ്റ്റമാക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ആ ടോപ്പിക്കാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുകയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഇതിനകത്ത് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ഓഫ് ഇൻ്റർനാഷണൽ കസ്റ്റം എന്താണെന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു യൂസേജാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്, കസ്റ്റമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ യൂസേജ് എന്ന് പറയുമ്പം ഇൻ്റർനാഷണൽ ആയിട്ട് അവർ ഫോളോ ചെയ്ത് വരുന്ന ഒരു ഹാബിറ്റ്, അതിനെയാണ് നമ്മൾ യൂസേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് അതിന് ലീഗൽ അറ്റസ്റ്റേഷൻ കിട്ടുമ്പോൾ അത് കസ്റ്റമാകുന്നു. അപ്പോൾ അങ്ങനെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അവിടെ സാറ്റിസ്ഫൈഡ് ആകേണ്ടത്. ഫസ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ഡ്യൂറേഷൻ, രണ്ടാമത്തേതാണ് യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി, ദെൻ തേർഡ് വൺ ഈസ് ജനറാലിറ്റി ഓഫ് പ്രാക്ടീസ്, ആൻഡ് ഫോർത്ത് വൺ ഈസ് ഒപ്പീനിയോ ജൂറിസ് എറ്റ് നെസസിറ്റാറ്റസ്. അപ്പോൾ ഇങ്ങനെ 4 പോയിൻറ്റ്സാണ് അതിൽ വരുന്നത്. അപ്പം നോർമലി നമ്മൾ കസ്റ്റം ഒരു ലോയുടെ സോഴ്സാണ് എന്നുള്ള കാര്യം പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് അതേ ഒരു പോയിൻറ്റ്സൊക്കെ തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം, ലോങ് ഡ്യൂറേഷൻ. അപ്പോൾ ആ ടേമിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക എന്താണ് ഒരു യൂസേജ് ഒരുപാട് കാലം കൊണ്ട് ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ റൂള് ഫോളോ ചെയ്ത് വരുന്നുണ്ട് ആളുകൾ. അപ്പോൾ ഇൻ്റർനാഷണലി ഇവരിങ്ങനെ ഫോളോ ചെയ്ത് വരികയാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു ലോങ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് തന്നെ, അതായത് ഒത്തിരി നാളുകൊണ്ട് ഇവരത് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെ എന്താണ്, ഈ ഒരു കസ്റ്റത്തിൻ്റെ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് മുനിസിപ്പൽ ലോയിലെ കാര്യമാണ് പറയുന്നത്. അപ്പം ഒരു മുനിസിപ്പൽ ലോയിൽ കസ്റ്റം ഇൻ ഓർഡർ ടു ബി വാലിഡ് ഈസ് റിക്വയർഡ് ടു ബി ഏൻഷ്യൻറ്റ് ആൻഡ് ഇമ്മെമ്മോറിയൽ. അപ്പം ഇത് ഏതിൻ്റെ കാര്യമാണ് പറഞ്ഞത്, മുനിസിപ്പൽ ലോ. ഇൻ്റർനാഷണൽ ലോ വേറെ, മുനിസിപ്പൽ ലോ വേറെ, രണ്ടും ഡിഫറെൻ്റ് ആണ്. അതായത് രണ്ട് ഓപ്പോസിറ്റ് ടേംസ് ആണ്. മുനിസിപ്പൽ ലോയുടെ ഓപ്പോസിറ്റ് ആണ് ഇൻ്റർനാഷണൽ ലോ എന്ന് പറയുന്നത്. അപ്പോൾ മുനിസിപ്പൽ ലോ എന്ന് പറയുമ്പോൾ എന്താണ്, നാഷണൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ലോ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ലോ, ഒരു സോവറൻ സ്റ്റേറ്റിൻ്റെ ഇൻറ്റേർണലി ഉള്ളൊരു ലോയാണ്. അതായത് ആ ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന നിയമത്തിനെയാണ് നമ്മൾ മുനിസിപ്പൽ ലോ എന്ന് വിളിക്കുന്നത്. ഇൻ്റർനാഷണൽ ലോ എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റേറ്റ്സ് തമ്മിലോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിന് മുന്നേ ഡെഫിനിഷൻ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്ന ആ ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി, ആ ഒരു റിലേഷൻഷിപ്പൊക്കെ വരുന്ന റൂൾസാണ് ഇൻ്റർനാഷണൽ ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോർമലി ഒരു മുനിസിപ്പൽ ലോയിൽ, അതായത് സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന ആ ഒരു ലോ, അതിൻ്റെ അകത്ത് കസ്റ്റം ഒരു വാലിഡായിട്ട് കൺസിഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഏൻഷ്യൻ്റ് ആയിരിക്കണം, ഇമ്മെമ്മോറിയൽ ആയിരിക്കണം. അതായത് നമുക്ക് പോലും അത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് മനസ്സിലാവാത്ത രീതിയിൽ അത്രയും പഴക്കമുള്ളതായിരിക്കണം ആ ഒരു കസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ ഇൻ്റർനാഷണൽ ലോയിൽ യൂസേജ് എന്ന് പറയുന്നത് നീഡ് നോട്ട് ടു ബി പ്രാക്ടീസ്ഡ് ഫോർ എ ലോങ് പീരീഡ് ഇൻ ഓർഡർ ടു ട്രീറ്റ് ഇറ്റ് ആസ് എ കസ്റ്റം. ഒരു യൂസേജിനെ കസ്റ്റമായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഒരുപാട് നാളുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ള കാര്യം നിർബന്ധമല്ല. ഇൻ്റർനാഷണൽ ലോയിൽ ഈ കസ്റ്റമറി റൂൾ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് പീരീഡ് കൊണ്ട് തന്നെ ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം ഇവിടെ അങ്ങനെ ഒരു ഷോർട്ട് പീരീഡ് കൊണ്ട് എമേർജ് ചെയ്ത് വന്ന ഒരു കസ്റ്റമറി റൂളാണ് സോവർണിറ്റി, റൂൾസ് റിലേറ്റിംഗ് ടു സോവർണിറ്റി ഓവർ എയർ സ്പേസ്. ഇതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഇനി വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഇത്രയും ഓർക്കുക, എയർ സ്പേസിൻ്റെ മേലുള്ള ആ ഒരു സോവർണിറ്റിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റൂൾസ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു കസ്റ്റമറി റൂളായിരുന്നു. അത് ഒരു ഷോർട്ട് പീരീഡ് കൊണ്ട് എമേർജ് ചെയ്തിരുന്ന ഒരു കസ്റ്റമറി റൂളാണ്. സോ അതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പം ലോങ് ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ മുനിസിപ്പൽ ലോയിൽ ലോങ് ഡ്യൂറേഷൻ ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഷോർട്ട് ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ ലോങ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അത്ര അത്യാവശ്യമില്ല. ഷോർട്ട് ഡ്യൂറേഷൻ ആണെങ്കിൽ പോലും എന്ത് ചെയ്യാം, അത്തരത്തിലുള്ള റൂൾസ് അവിടെ ഡെവലപ്ഡ് ആകാം. കസ്റ്റമറി റൂൾ അവിടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ രണ്ടാമത് പറയുന്ന കാര്യമാണ് യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. അപ്പം ഒരു യൂസേജിനെ ഒരു കസ്റ്റമായിട്ട് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. അപ്പം ഇവിടെ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു യൂണിഫോമിറ്റി ആവശ്യമില്ല.
എന്നാൽ അതിനകത്ത് മെയിനായിട്ട് ഒരു സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ളൊരു യൂണിഫോമിറ്റി അവിടെ ഉണ്ടായിരിക്കും. എന്താണ്, ഒരു സ്റ്റെബിലിറ്റി വേണം, അതങ്ങനെ നിലനിന്ന് പോകണം. അതാണ് ഈ കൺസിസ്റ്റൻസി എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. യൂണിഫോമിറ്റിയും കൺസിസ്റ്റൻസി എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഈക്വലായിട്ട് അത് ഒരു മാറ്റമൊന്നും വരാതെ ആ ഒരേ രീതിയിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോകണം. അപ്പോൾ അതാണ് പറയുന്നത്, സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ളൊരു യൂണിഫോമിറ്റി അവിടെ ഉണ്ടായിരിക്കണം. ദെൻ 3 പറഞ്ഞു കഴിഞ്ഞാൽ ജനറാലിറ്റി ഓഫ് പ്രാക്ടീസ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ഒരു യൂസേജിനെ കസ്റ്റം എന്ന് ട്രീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദ പ്രാക്ടീസ് ഷുഡ് ബി ഒബ്സർവ്ഡ് ഓർ റിപ്പീറ്റഡ് ബൈ മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ്. അപ്പോൾ ആ ജനറാലിറ്റി ഓഫ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, എല്ലാവരും ഈ ഒരു സംഭവം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കണം. അല്ലാതെ അതായത് എല്ലാ സ്റ്റേറ്റ്സും അത് ഒബ്സർവ് ചെയ്യുന്നു അല്ലെങ്കിൽ റിപ്പീറ്റഡായിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കണം, മിക്ക സ്റ്റേറ്റുകളും. അതല്ലാതെ ഇപ്പോൾ ആ ഒരു യൂസേജ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് മാത്രമാണ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഒരു കസ്റ്റമായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് 4ാമത് വരുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ഒപ്പീനിയോ ജൂറിസ് എറ്റ് നെസസിറ്റാറ്റസ് എന്നുള്ളത്. അപ്പം ഇൻ ഓർഡർ ടു അക്സെപ്റ്റ് എ യൂസേജ് ആസ് എ കസ്റ്റം ദ മോസ്റ്റ് എസെൻഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഈസ് ഒപ്പീനിയോ ജൂറിസ്. ദ സ്റ്റേറ്റ് ഷുഡ് അക്സെപ്റ്റ് ദ റൂൾസ് ഓഫ് പ്രാക്ടീസ് ആസ് ബൈൻഡിങ് അപ്പോൺ ദം. In other words, the state should accept the rules of practice as the law applicable to them. അതായത് ഒപ്പണിയോ ജൂറിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും എസെൻഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടാണ് പറയുന്നത്. ഒരു യൂസേജിനെ ഒരു കസ്റ്റമറായിട്ട് അക്സെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഒപ്പണിയോ ജൂറിസിനെ പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്താ പറയുന്നത്, സ്റ്റേറ്റ് ഈ ഒരു റൂൾസ് ഓഫ് പ്രാക്ടീസിന്, അതായത് അവർ ഫോളോ ചെയ്ത് വരുന്ന ആ ഒരു കാര്യത്തിനെ ഇതൊരു റൂളായി കഴിഞ്ഞാൽ അത് അവരുടെ മേലെ ബൈൻഡിങ് ആണ്, അവരത് ഫോളോ ചെയ്യാനായിട്ട് അതവർക്ക് ഫോളോ ചെയ്യണം എന്നുള്ളൊരു ലീഗൽ ഒബ്ലിഗേഷൻ അവർക്ക് വരുന്നതാണ്. അപ്പം അങ്ങനെ വരുന്നത് അതിന് ആ ഒരു സ്റ്റേറ്റ് അക്സെപ്റ്റ് ചെയ്തിരിക്കണം. അതല്ലാതെ നമുക്ക് എങ്ങനെ പറയാം, ഈ ഒരു സ്റ്റേറ്റ് ആ ഒരു റൂൾസ് ഓഫ് പ്രാക്ടീസിനെ അവരുടെ മേലെ അവർക്ക് തന്നെ, അതായത് അവരുടെ മേലെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലോ ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് ആ സ്റ്റേറ്റ് തന്നെ അക്സെപ്റ്റ് ചെയ്തിരിക്കണം. അപ്പം അതാണ് ഒപ്പണിയോ ജൂറിസ് എറ്റ് നെസസിറ്റാറ്റസ് എന്നുള്ള കാര്യം പറയുന്നത്. സോ ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് ഈ ഒരു യൂസേജിനെ കസ്റ്റമായിട്ട് മാറണമെന്നുണ്ടെങ്കിലുള്ള എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു കേസ് നോക്കാനുണ്ട്. വെസ്റ്റ് റാൻഡ് സെൻട്രൽ ഗോൾഡ് മൈനിങ് കമ്പനി ലിമിറ്റഡ് വേഴ്സസ് ആർ. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദ കോർട്ട് ഹെൽഡ് ദാറ്റ് ഫോർ എ വാലിഡ് ഇൻ്റർനാഷണൽ കസ്റ്റം ദ റൂൾസ് ഓഫ് പ്രാക്ടീസ് ഷുഡ് ഹാവ് ബീൻ റിസീവ്ഡ് ജനറൽ കൺസെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ് ആൻഡ് സിവിലൈസ്ഡ് സ്റ്റേറ്റ്സ് ഷുഡ് നോട്ട് ഹാവ് ഒപ്പോസ്ഡ് ഇറ്റ്. അപ്പോൾ അവിടെ എന്താ പറയുന്നത്, ഒരു വാലിഡ് ഇൻ്റർനാഷണൽ കസ്റ്റം വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു റൂൾസ് ഓഫ് പ്രാക്ടീസിനെ, അതായത് എന്താണോ ഇവർ തുടർന്നുകൊണ്ടിരുന്ന ആ ഒരു രീതി, അപ്പം ആ ഒരു സംഭവത്തിനെയാണ്, എന്തെങ്കിലും ഒരു പ്രാക്ടീസിനെ ആയിരിക്കും എന്തായിട്ട് മാറ്റുന്നത്, പിന്നെ ലീഗലി റെക്കഗ്നൈസ്ഡ് ആക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു പ്രാക്ടീസ് ജനറൽ കൺസെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞല്ലോ ജനറാലിറ്റി ഓഫ് പ്രാക്ടീസ് എന്നുള്ളൊരു പോയിന്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട കേസാണിത്. അപ്പം എല്ലാ സ്റ്റേറ്റുകളുടെയും, പ്രത്യേകിച്ച് ആരുടെയാണ്, സിവിലൈസ്ഡ് സ്റ്റേറ്റ് ഇതിനെ ഒപ്പോസ് ചെയ്യാൻ പാടില്ല. അതാണ് ഒരു കണ്ടീഷനോടായിട്ട് വരുന്നത്. അപ്പോൾ സിവിലൈസ്ഡ് സ്റ്റേറ്റിനെ ഒപ്പോസ് ചെയ്യാൻ പാടില്ല, മിക്ക സ്റ്റേറ്റുകളുടെയും ഒരു ജനറൽ കൺസെൻറ്റ് ഇവിടെ കിട്ടിയിട്ടും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളൊരു റൂൾസ് ഓഫ് പ്രാക്ടീസിനെയാണ് ഒരു വാലിഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ കസ്റ്റം എന്ന് പറയാൻ പറ്റുന്നതാണ് വെസ്റ്റ് റാൻഡ് സെൻട്രൽ ഗോൾഡ് മൈനിങ് കമ്പനി ലിമിറ്റഡ് വേഴ്സസ് ആർ എന്ന് പറയുന്ന കേസ്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് റൈറ്റ് ഓഫ് പാസേജ് ഓവർ ഇന്ത്യൻ ടെറിട്ടറി കേസ്. അപ്പോൾ ആ കേസിൻ്റെ പേര് സ്റ്റേറ്റ് ഓഫ് പോർച്ചുഗൽ വേഴ്സസ് ഇന്ത്യ എന്നുള്ളൊരു, അതാണ് കേസിൻ്റെ പേര്. അതിനെ മറ്റു പേര് അറിയപ്പെടുന്നതാണ് റൈറ്റ് ഓഫ് പാസേജ് ഓവർ ഇന്ത്യൻ ടെറിട്ടറി കേസ്. അപ്പം ഈ ഒരു കേസിനകത്ത് ദ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പോയിൻറ്റഡ് ഔട്ട് ദാറ്റ് വെൻ എ പർട്ടിക്കുലർ പ്രാക്ടീസ് ഇസ് ഫോളോഡ് ബൈ 2 states repeatedly for a long term, it becomes a binding customary rule applicable to them. അപ്പോൾ അവിടെ എന്താ പറയുന്നത്, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പറഞ്ഞൊരു കാര്യമാണ്, ഒരു പെർട്ടിക്കുലറായിട്ടുള്ളൊരു പ്രാക്ടീസ്, ഒരു കാര്യം 2 സ്റ്റേറ്റുകൾ റിപ്പീറ്റഡായിട്ട് ഒരുപാട് നാളുകൊണ്ട് അവരിങ്ങനെ ഫോളോ ചെയ്ത് വരുവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം അതൊരു ബൈൻഡിങ് കസ്റ്റമറി റൂളായിട്ട് മാറും. അവരുടെ മേലെ ആപ്ലിക്കബിൾ ആകുന്ന, അവരത് ഫോളോ ചെയ്യണം എന്നുള്ള ഒരു ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ളൊരു കസ്റ്റമറി റൂളായിട്ട് അതവിടെ മാറുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പം ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞപ്പോൾ ലോങ് ഡ്യൂറേഷൻ നിർബന്ധമില്ലെന്നാണ് പറഞ്ഞത്. അത് എസെൻഷ്യൽ ആണ്, പക്ഷേ മുനിസിപ്പൽ ലോയിൽ അത് ഭയങ്കര എസെൻഷ്യലാണ്. അത് ഏൻഷ്യൻ്റ് ആയിരിക്കണം, ഇമ്മമോറിയൽ ആയിരിക്കണം. ഇൻ്റർനാഷണൽ ലോ വരുമ്പോൾ ഒരുപാട് ലോങ് പീരീഡ് വേണം എന്നില്ല. ലോങ് പീരീഡ് വന്നെന്നുണ്ടെങ്കിൽ അത് എന്തായാലും കസ്റ്റമായിട്ട് മാറുകയും ചെയ്യും. ഷോർട്ട് പീരീഡ് ഉള്ളതിനെ തന്നെ കസ്റ്റമറി റൂളായിട്ട് മാറാറുണ്ട്. സോ ലോങ് പീരീഡ് ഉള്ളത് കസ്റ്റമറി റൂളായിട്ട് വരുമെന്നാണ് ഈ ഒരു സ്റ്റേറ്റ് ഓഫ് പോർച്ചുഗൽ വേഴ്സസ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു കേസിനകത്ത് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ഒരു കേസിൻ്റെ ഫാക്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ,
ഈ ഗോവ, ദാമൻ ആൻഡ് ഡ്യൂ, ദാദ്ര ആൻഡ് നഗർ ഹാവേലി, അത് 3 എൻക്ലേവ്സ് ആയിരുന്നു. അതായത് ഈ ഒരു പോർച്ചുഗലിൻ്റെ അണ്ടറിൽ, ആ ഒരു പൊസിഷനിൽ വരുന്ന, അവരുടെ കൺട്രോളിൽ വരുന്ന 3 എൻക്ലേവ്സ് ആയിരുന്നു ഈ ഗോവ, ദാമൻ ആൻഡ് ഡ്യൂ, ദാദ്ര ആൻഡ് നഗർ ഹവേലി എന്ന് പറയുന്നത്. അപ്പം ഈ പോർച്ചുഗലിൽ 1779 ഒരു ട്രീറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ട്രീറ്റി പ്രകാരം ഈ ഇന്ത്യൻ ടെറിട്ടറി വഴി ഇതിനകത്തൊരു റൈറ്റ് ഓഫ് പാസേജ് ഉണ്ടായിരുന്നു. ആർക്കാണ്? ഇവർക്ക്. അപ്പം അതിനുശേഷം ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷവും ഈ ഒരു ഇന്ത്യൻ ടെറിട്ടറിയിലോടുള്ള ആ ഒരു പോർച്ചുഗലിൻ്റെ റൈറ്റ് ഓഫ് പാസേജ് എന്നുള്ളത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു റൂൾസിനും റെഗുലേഷൻസിനും സബ്ജക്റ്റഡ് ആയിരുന്നു ഈ ഒരു റൈറ്റ് എന്ന് പറയുന്നത്. ഒരു അബ്സല്യൂട്ട് റൈറ്റ് ഒന്നും അല്ലായിരുന്നു അവിടെ. റീസണബിളായിട്ടുള്ള അവിടെ റെഗുലേഷൻസ് അവർക്ക് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ഗവൺമെൻറ്. അതിനുശേഷം 1954 ഈ ഒരു ദാദ്രയിലെ പീപ്പിള് റിവോൾട്ട് ചെയ്തു. അതായത് പോർച്ചുഗീസ് ഗവൺമെൻറ്റിനെതിരെ റിവോൾട്ട് ചെയ്തു. അപ്പം അങ്ങനെ വന്നപ്പം ഇവിടെ ഇന്ത്യൻ ടെറിട്ടറിയിലെ ബൗണ്ടറി ഏരിയാസിലും ഇതുപോലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തു? ഈ ഒരു റൈറ്റ് ഓഫ് പാസേജ് എന്നുള്ളൊരു കാര്യം അങ്ങ് സസ്പെൻഡ് ചെയ്തു. അതായത് പോർച്ചുഗലിന് അതിന് മുന്നേ പൊസിഷനും സോവറിനിറ്റിയൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആ ഒരു 1779 ട്രീറ്റി വെച്ചിട്ടാണ് അവർക്ക് ആ ഒരു റൈറ്റ് ഓഫ് പാസേജ് ഇന്ത്യൻ ടെറിട്ടറി വഴി പാസ് ചെയ്യാനുള്ള ആ ഒരു റൈറ്റ് ഓഫ് പാസേജ് ഉണ്ടായിരുന്നത്. പിന്നീട് ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം അതിന് മാറ്റമൊന്നും വരുത്തിയില്ല. പക്ഷേ ചെറിയ ചെറിയ റെഗുലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീടാണ് എന്തിങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴാണ് ഗവൺമെൻറ് എന്ത് ചെയ്തത്? ആ ഒരു റൈറ്റ് ഓഫ് പാസേജ് സസ്പെൻഡ് ചെയ്തത്. അപ്പോൾ പോർച്ചുഗൽ എന്ത് പറഞ്ഞു? ഈ ഒരു കാര്യം ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ കൊണ്ടുവന്നു. അപ്പോൾ അവിടെയാണ് ഇൻ്റർനാഷണലി വരുന്ന ഡിസ്പ്യൂട്ട്സ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ വന്നപ്പം അവിടെ ഹെൽഡ് ചെയ്ത കാര്യം എന്താണ്? പോർച്ചുഗലിന് അവരുടെ ആംഡ് ഫോഴ്സസിനെ ഇന്ത്യൻ ടെറിട്ടറിയുടെ ഉള്ളിൽ തന്നെ വരുന്ന ഒരു സ്ഥലത്തൂടെ അയക്കാനായിട്ട് എൻറ്റൈറ്റിൽഡ് അല്ല. കാര്യം അത് ആ ഒരു രണ്ട് കൺട്രിയുടെയും തമ്മിലുള്ള ആ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ പ്രൊട്ടക്ഷനോടൊക്കെ ബന്ധപ്പെട്ട് വരുന്നൊരു ഇഷ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആംഡ് ഫോഴ്സസിന് ഈ ഒരു വേയിലൂടെ ഇന്ത്യൻ ടെറിട്ടറിയുടെ ഉള്ളിൽ വരുന്ന ഒരു സ്ഥലത്തൂടെ അയക്കാനും വേണ്ടിയിട്ട് പോർച്ചുഗൽ എൻറ്റൈറ്റിൽഡ് അല്ലെന്നാണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പറഞ്ഞൊരു കാര്യം. സോ ഇതാണ് നമുക്ക് ആ ഒരു ഫസ്റ്റ് സോഴ്സായിട്ടുള്ള ഇൻ്റർനാഷണൽ കസ്റ്റം എന്നുള്ളൊരു പോയിന്റ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ എസ്സേ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആ ഒരു ഇൻ്റർനാഷണൽ ലോയ്ക്കുള്ള ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ബേസിക്കായിട്ട് എന്താണ് ഇൻ്റർനാഷണൽ ലോ എന്നുള്ളൊരു കാര്യം ഓർക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു സോഴ്സസ്, ഇത്ര സോഴ്സുകളാണുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. 6 സോഴ്സസ് ആണുള്ളത്. അത് ആർട്ടിക്കിൾ 38 പറയുന്നത്. ദെൻ അത് കഴിഞ്ഞ് ഇൻ്റർനാഷണൽ കസ്റ്റത്തിനെ പറ്റി പറയുക. പിന്നെ എന്തായിരുന്നു? നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കേസ് ലോസും ഇപ്പോൾ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളതാണ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രീറ്റീസ് എന്ന് പറയുന്നത്. സോ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.